അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ. അപ്പോൾ അണ്ടോണയിലെ ആ ഓട്ടാണ് ഇപ്പോൾ ചർച്ച. ഇപ്പം ഇന്നലെ വന്നാണ് എന്തൊക്കെയാണ് പൊട്ടത്തരം പറഞ്ഞു ചെയ്തിരിക്കണം. കോളാമ്പിയും കോമാടൻ്റെ പ്രഭാഷകനായ തെറിയൂരും പറയുന്നുണ്ട്. അതിന് ഉഷാദേ, നിങ്ങളവിടെ പോകാൻ തന്നെ പാടില്ല. പോയത് തന്നെ ശരിയല്ല. AP ഉസ്താദിനെയും ഈ പ്രസ്ഥാനത്തെയും വ്യാജ സമസ്ത, വ്യാജ ഉലമാക്കള് EK ഉസ്താദിന്റെ പേരിൽ EK ഉസ്താദ് എന്താണോ പറഞ്ഞത് അതിൽ നിന്ന് അടർത്തിയെടുത്ത് എന്ത് ചെയ്തു, സുന്നത്ത് കഴിക്കാത്ത സുന്നി എന്നൊക്കെ പറഞ്ഞ് ആ സുന്നത്തിയമാത്തിൽപ്പെട്ട സുന്നി എന്നൊക്കെ പറഞ്ഞ ആ പ്രസ്ഥാനത്തിൽപ്പെട്ട തന്നെയല്ലേ അണ്ടോൺ ഉസ്താദ്. പിന്നെ എന്തിനാ അവിടെ പോകേണ്ട ആവശ്യമുണ്ടോ? കോമാടൻ പറഞ്ഞയച്ചേക്കും. കോമാടൻ തലക്ക് ഇല്ലല്ലോ, വെളിവില്ലല്ലോ. ഗ്ലോബൽ വില്ലേജ് പോണ മാതിരി ആണെന്ന് കരുതിയവന് അതൊന്നല്ല കേട്ടോ. അപ്പോൾ ഈ പ്രസ്ഥാനത്തിലെ നിങ്ങളെ ഇക്കോലം അവഹേളിച്ചും തെറി പറഞ്ഞും തെരുവിൽ തിണ്ടുമ്പോൾ ഈ പ്രസ്ഥാനത്തിൻ്റെ നേതാക്കളെ വീട്ടിലേക്ക് നിങ്ങൾ പോകാൻ പാടുണ്ടോ? അത് ശരിയല്ല. നിങ്ങൾ ഒരിക്കലും പോകാൻ പാടില്ല. നിങ്ങൾ ആ വളപ്പക്ക് ചവിട്ടിയത് അണ്ടോൺ ഉസ്താദിൻ്റെ എന്നല്ല, സുന്നത്തി ജമാഅത്തിൻ്റെ ഒരു പ്രവർത്തകരുടെയും വളപ്പക്ക് നിങ്ങൾ ചവിട്ടിയത് നജസ്സായി പോകും മൊത്തം. അത്രയ്ക്കും നജസ്സാണ് നിങ്ങൾ. ആ ഉസ്താദിൻ്റെ പിന്നെ മോനെ എഴുതിയുണ്ട് ഫേസ്ബുക്കിൽ, എന്തിനാണ് നൗഷാദെ അണ്ടോണയിൽ പോയതെന്ന് ചോദിച്ചു കണ്ട്. അതിലിങ്ങനെ കുറേ എഴുതിയിട്ട് ഉപ്പാൻ്റെയും ഉമ്മാൻ്റെയും വിഷയങ്ങൾ പറഞ്ഞിട്ട് ഉമ്മയുടെ ആദ്യമായിട്ട് നിസ്കരിച്ചത് AP ഉസ്താദാണെന്നും ഉമ്മയുടെ ഖബറിന് പൈസ കൊടുത്ത ഉസ്താദാണെന്നും പിന്നെ തുടങ്ങി AP ഉസ്താദിന് അസുഖമായി കിടക്കുമ്പോൾ നോമ്പ് നോറ്റതും അസ്മാഉൽ ബദർ ചൊല്ലിയതും അസ്മാഉൽ ഹുസ്ന ചൊല്ലി അങ്ങനെ കുറേ പറഞ്ഞിട്ട് ഉമ്മാൻ്റെ കാര്യങ്ങൾ എഴുതിയിട്ടുണ്ട്. ആ ഒരു ഉമ്മ അത്രക്കും കുടുംബവുമായി ഈ പ്രസ്ഥാനത്തിൽ അലിഞ്ഞു ചേർന്ന ആ വീട്ടിലേക്ക് എന്തിനാ നിങ്ങൾ പോയത്? നിങ്ങൾ ആട്ടണം. ആട്ടിന് തന്നെ അവിടെ കയറ്റാൻ പാടുണ്ട് നിങ്ങളെ? അല്ല, നിങ്ങൾ പോകാൻ തന്നെ പാടുണ്ട് പൊട്ടന്മാരെ. ഇക്കോലം വ്യാജ സമസ്ത, വ്യാജ ഉലമാക്കൾ എന്ന് പറഞ്ഞ നിങ്ങൾ എന്തിനാ നിങ്ങൾ അവിടേക്ക് പോയത്? അതന്നെ തെറ്റല്ലേ? എന്നിട്ട് പോലും ഇങ്ങനെ വന്നുകൊണ്ട് മോങ്ങുക. എന്നിട്ടിപ്പോ ആ അവിടെ തടുത്ത ആളുകൾ പറഞ്ഞ ഉസ്താദിനെ തെറി പറഞ്ഞവരാണ്. അത് ഈ പൊട്ടൻ തന്നെ വിളിച്ചു പറയണോ കാണി. അത് കഴിഞ്ഞ് ഞങ്ങൾ അങ്ങോട്ട് നേരെ ചെല്ലുകയാണ്. മുന്നിൽ സ്വാലി സഖാഫിയുണ്ട്. അദ്ദേഹം നേരിട്ട് ചെന്നപ്പോ അപ്പൊ ഈ കാറിന്റെ സമീപത്ത് വെച്ച് തന്നെ ഇവരുടെ ചില ആളുകൾ പ്രവർത്തകരെ അഥവാ ഗുണ്ടകളെ അവിടെ നിർത്തിയിട്ടുണ്ട്. അവിടെ തന്നെ കയർക്കാൻ തുടങ്ങിയിട്ടുണ്ട്, ശബ്ദമുണ്ടാക്കാൻ തുടങ്ങിയിട്ടുണ്ട്. ഉസ്താദിനെ തെറി പറയുന്നവർന്നൊക്കെയാ പറയുന്നത്. ഉസ്താദിന് ആര് തെറി പറഞ്ഞു? ഇവൻ തെറിയും പറയും, പരിഹസിക്കും ചെയ്യും. രണ്ടും ഒക്കെപ്പാടെയാണ് ഉസ്താനോൻ ചെയ്യല്. എന്നിട്ട് ഓപ്പ് വന്നിട്ട് പറയും ഉസ്താൻ ആര് തെറി പറയുന്നത്. ഓൻ്റെ ഒരു പരിഹാസം കേട്ടോളിട്ടോ, അവർ തെറിനെ കേട്ടോളി. കോടതിയുടെ വിധി അതിൽ 14 14 മാറ്റിവെച്ച വിധി വന്നിട്ടുണ്ട്. 15 8 മൂഞ്ഞി കാക്ക വന്നിട്ട് എന്ത് പറഞ്ഞു? ഇത് ഞാൻ മാറ്റിവെച്ചതാണ് എന്ന് പറഞ്ഞു. കാണി ഉസ്താദനല്ലേ ഈ ചങ്ങായ ലക്ഷണം കെട്ട നാവുകൊണ്ട് പറഞ്ഞത് അല്ലേ? ഈ ആളെ പിന്നെ അണ്ടോൺ ഉസ്താദിന്റെ വീട്ടിൽ കയറ്റാൻ പറ്റുമോ? നിങ്ങൾ പറയും, സമൂഹം പറയും, പറ്റുമോ? ഒപ്പം ഉസ്താദിന്റെ കൂടെ എന്തിനും ഉസ്താദിന്റെ ഒപ്പം നിന്ന് അണ്ടോൺ ഉസ്താദിന്റെ വീട്ടിലേക്ക് ഈ ഹാംകുൽ ബഡൂസാളെ കയറ്റാൻ പറ്റുമോ എന്നാണ് ചോദിക്കുന്നത്. ഇപ്പൊ എന്താ പറഞ്ഞത് ഉസ്താദിനെ? 8 കാലി മമ്മൂനിന്ന്. ആ വളപ്പക്ക് നല്ല സുന്നത്തേമാത്തിന്റെ ഒരാളെ വളപ്പുകൾ ചവിട്ടാൻ പാടില്ല. ഇനി അടുത്ത ഇത് കൊണ്ടുപോയിട്ടോ പരിഹസിക്കുക, തെറി പറയാ, അതന്നെ വരെ പരിപാടി. ഇന്ത്യൻ ഗ്രാൻഡ് മുഫ്തി എന്നാണ്. മുഫ്തിയോ മുഫ്തിനോ എന്നൊക്കെ നമുക്ക് തീരുമാനിക്കാതെ എന്നിട്ടൊരു ഇള്ളി കണ്ടോ, പരിഹാസമാണ്. ഇനി അടുത്ത കണ്ടോളിയും. ഒരു സാധാരണക്കാരനായ ആള് അദ്ദേഹത്തിന്റെ അനുഭവം പറയുന്നു ഒരു ഭാഗത്ത്, മറുഭാഗത്ത് അബൂബക്കർ മുസ്ലിയാർ അദ്ദേഹത്തിന്റെ അനുഭവം പറയുന്നു. അദ്ദേഹം പറയുമ്പോൾ അത് പറയാമെന്നും അപ്പുറത്തെ ആള് പറയുമ്പോൾ അത് ശരിയല്ല എന്നും എന്ത് മാനദണ്ഡം വെച്ചാ പറയുന്നത്? ശരിക്കും നോക്കുകയാണെങ്കിൽ ഈ നാടൻ പറയുന്നതിനായിരിക്കും കൂടുതൽ വിശ്വസ്തത. കാരണം ഇയാൾ ചിലപ്പോ അദ്ദേഹത്തിന്റെ സ്ഥാനം കൂടാനും മടവൂർ ശൈഖായിട്ടുള്ള ബന്ധം പറയാനും ജനറൽ സെക്രട്ടറിയായി നിലനിൽക്കാനൊക്കെ ഉള്ളത് പലതും ഊഹിച്ചു പറയും. റസൂലുള്ളാഹിന്റെ പേരിൽ തന്നെ ശിഷ്യൻ കള്ളത്തരം പറഞ്ഞിട്ട് തിരുത്താത്ത ആളാണ്. അപ്പൊ കള്ളത്തരം പറയാനും സാധ്യത ഉണ്ട് എന്നല്ല, ഔലിയാക്കന്മാരെ പേരിൽ തന്നെ ബാഹ്യമായി കളവ് പറഞ്ഞ ആളുമാണ്.
കണ്ടില്ലേ, ഉസ്താനാണേ പറഞ്ഞത് കള്ളത്തരം പറയാൻ സാധ്യതയുണ്ട്, ബാഹ്യമായി ഔലിയാക്കളുടെ പേരിൽ ബാഹ്യമായി കളവ് പറഞ്ഞ ആളുമാണ്. ഈ ആളെ കയറ്റാൻ പറ്റുമോ? കയറ്റാൻ പറ്റുമോ? നിങ്ങൾ സമൂഹം പറയണം. ഇനി അടുത്തത് കേട്ടോളിട്ടോ. നിങ്ങൾ പേര് വെക്കുന്നത് പോലെ ചില പേരുണ്ടല്ലോ, യോഗം കൂടിയിട്ട് നമ്മൾ എന്നാക്കുന്ന സൈനുലുലമ എന്ന് പേര് വെക്കാം, ഷൈത്താനുലുലമ അല്ല, അങ്ങനെ ഒരാൾ പറഞ്ഞിട്ടുള്ളതാണ്. കണ്ടില്ലേ ഉസ്താനെ വിളിച്ചത്? ഈ ജന്തുക്കളെ പിന്നെ അവിടെ കയറ്റണോ? ഈ ജന്തുക്കളെ അവിടെ കയറ്റാൻ പാടുണ്ടോ? കയറ്റാൻ പാടില്ല. അതാണ് പറഞ്ഞത്. ഇക്കോലം തെറിയും പരിഹാസ്യവും ഉസ്താദിനെതിരെയും ഈ പ്രസ്ഥാനത്തിനെതിരെയും എടുക്കുന്ന ആളുകൾ, ഈ പ്രസ്ഥാനത്തിന്റെ ആളുകളെ വീട്ടിക്ക് വലിഞ്ഞു കയറി ചെല്ലുക. എന്തിനാ ഞങ്ങൾ അവിടെ പോയത്? നിങ്ങൾക്ക് വരാൻ തന്നെ പാടില്ല. അതാണ് പറയണത്. നിങ്ങൾ എന്തിനാ അവിടെ പോയത്? അപ്പൊ ആട്ടും ഒക്കെ ചെയ്യും, അപ്പൊ ആയേണ്ടി വരും. പ്രസ്ഥാനത്തിനെ തെറി പറഞ്ഞിട്ടും പരിഹസിച്ചും നടക്കുന്ന നിങ്ങളെ പിന്നെ എന്താ ചെയ്യുക? അവിടേക്ക് കയറ്റാൻ പറ്റൂല. അവിടേക്ക് നല്ല സുന്നത്തിമാത്തിന്റെ ഒരു പ്രവർത്തകന്റെ വീട്ടിൽ നിങ്ങളെ കയറ്റാൻ പറ്റില്ല, അടുപ്പിച്ചാൻ പറ്റൂല. മനസ്സിലായിക്കോടി. അപ്പോൾ ഇനി തെറിയൂരിന്റെ ഒരു ഇതുണ്ട്, ഓലെ അഹലുകാരും മരിച്ചാൽ വരാൻ പറ്റൂല എന്നുള്ള ഓൻ പറയുന്നുണ്ട്. കേട്ടോ, പറയാം മയ്യത്ത് കരിക്കാൻ ആളുണ്ടാവില്ല എന്ന്. അല്ലെങ്കിൽ ഇപ്പൊ നിങ്ങൾ മയ്യത്ത് കരിച്ചിട്ട് എന്ത് കിട്ടാനാ? നിങ്ങൾ മയ്യത്ത് കരിച്ചിട്ട് എന്ത് കിട്ടാൻ? ഞാൻ പറഞ്ഞല്ലോ, മയ്യത്ത് കരിക്കാൻ ഇവര് പറഞ്ഞത് ശരിയാട്ടോ. എല്ലാരും മയ്യത്തുകാരൻ കഴിഞ്ഞതിന് ശേഷം പിന്നെ വരും ഓരോ 2-3 ആൾക്കാർ, അവരെ മയ്യത്തുകാരൻ ഞങ്ങൾക്ക് വേണ്ട. അതന്നെടാ ഹംകുൽ ബഡ്കൂസാടെ പറയണത്. എല്ലാ 3, 7, 14 ഒക്കെ കഴിഞ്ഞ് 15 ഒക്കെ കഴിഞ്ഞിട്ട് പിന്നെ ചെല്ലുക. ആർക്ക് വേണം നിങ്ങളെ ദ്വായ മയ്യത്തുസ്കാരം? എന്തിനാ നിങ്ങളവിടെ അത്യാവശ്യം കഴിഞ്ഞിട്ട് പോയത്? അതോടെ എന്തേലും നിങ്ങൾക്ക് പണി? എന്നിട്ട് ഇപ്പൊ ഓലെ അയലുകാർ മരിച്ചാൽ വരരുത്, അത് വന്നീനുള്ള പറയാണ്. എന്നിട്ട് ഇപ്പൊ ഓല് നമ്മളതെല്ലാം കഴിഞ്ഞിട്ട് വല്ല ചെന്ന് നോക്കുക, വീഡിയോ ക്യാമറ എടുത്താണ്ട് ഫോട്ടോ വീഡിയോ എടുക്കാൻ. അയക്കൂലങ്ങളെ ആട്ടുക തന്നെ ചെയ്യും. ഇനി അടുത്ത് പറഞ്ഞു കേട്ടോളിയും തെറിയൂർ തന്നെ. AP സമസ്തയിലെ ഗുണ്ടകളെ, AP സമസ്തയിലെ നവവഹാബികളെ, പ്ലീസ് നിങ്ങളോടുള്ള ഒരു വിനീതമായ അഭ്യർത്ഥനയാണ്, ഞങ്ങളുടെ അഹില് മരിച്ചാൽ നിങ്ങൾ വരരുതേ. കുരുവട്ടൂർ തെറീക്കത്തിലെ ഗുണ്ടകളെ, തെറീക്കത്ത് ഗുണ്ടകളെ, തെറീക്കത്തിനെ വഹാബികളെ, ഞങ്ങൾ അഹലുകാർ മരിച്ചാലും നിങ്ങൾ വരരുതേ എന്ന് തന്നെയാണ് ഞങ്ങൾക്കും പറയുന്നത്. എന്നാൽ നിങ്ങൾക്ക് പറ്റുന്നു, നിങ്ങൾ അഹലുകാർ മരിച്ചാൽ അങ്ങോട്ട് വരരുതേ നിങ്ങൾ മൈക്ക് കെട്ടി പ്രസംഗിച്ച കുരുവട്ടൂർ തെറീക്കത്തുകാരെ, എന്തേ ഞങ്ങളുടെ അഹലുകാർ മരിച്ചപ്പോൾ എന്താ ഞങ്ങൾക്ക് ആ നിലപാടെടുത്തൂടെ? എന്തിനാ ഞങ്ങളെ ഉസ്താദുമാരെ വീടുകളിലേക്ക് നിങ്ങൾ വരുന്നത്? അത് അങ്ങോട്ടും പറ്റും. ഓരോരുത്തർക്ക് മാത്രമല്ല, നിങ്ങൾക്ക് എന്തും പറ്റും. ഞങ്ങൾ എന്തേലും ചെയ്താൽ പറ്റൂല എന്നല്ലേ? അതൊക്കെ കോമാണോട് പോയി പറയും. ഇവിടെ അത് നടക്കൂല.